സുഹൃത്തുക്കൾ നമസ്കാരം. ക്ലിയർ മൈ ഡോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് SLC ബുക്ക് നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, SLC ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിലപ്പെട്ട വിദ്യാഭ്യാസ രേഖയാണ്. അത് പരാജയപ്പെട്ടതാണെങ്കിലും അത് വിജയിച്ചതാണെങ്കിലും SLC ബുക്കിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ അപ്പുറത്തേക്ക് ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് പലയിടങ്ങളിലും നമ്മൾ അത് ഉപയോഗിച്ചു വരികയാണ്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത് വീണ്ടെടുക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് വളരെ ചുരുക്കി നമ്മൾ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇതിൻ്റെ ആദ്യ നടപടി എന്ന് പറയുന്നത് അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ്. അപേക്ഷയുടെ കൂടെ ചലാൻ, അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാക്ഷ്യപത്രം വേണം. മജിസ്ട്രേറ്റിൽ നിന്ന് എടുക്കുന്ന സാക്ഷ്യപത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷൻ അധികാര പരിധിയിലാണോ താമസിക്കുന്നത് ആ പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റിൽ നിന്നാണ് നിങ്ങൾ സാക്ഷ്യപത്രം ഒപ്പിട്ട് വാങ്ങേണ്ടത്. നിങ്ങൾ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരായി എൻ്റെ SLC ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും അത് തിരിച്ചു കിട്ടുന്ന പക്ഷം ഞാൻ പരീക്ഷാ ഭവനിലേക്ക് തിരിച്ചേൽപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാക്ഷ്യപത്രമാണ് തയ്യാറാക്കേണ്ടത്. ഇത് 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾക്കൊരു അഭിഭാഷകൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ PRD അംഗീകരിച്ച ഒരു പത്രത്തിൽ ഈ ഒരു കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു പരസ്യം നൽകുകയും വേണം. 15 ദിവസത്തിനകം ഇത് തിരിച്ചു കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്രപരസ്യം കൊടുക്കുന്നത്. പത്രപരസ്യവും മജിസ്ട്രേറ്റിൽ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യപത്രവും നിങ്ങൾ തയ്യാറാക്കിയ അപേക്ഷാ ഫോം, ചലാൻ, അത്തരത്തിലുള്ള കാര്യമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു അപേക്ഷയാണ് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയ സ്കൂളിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടത്. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഇത് വെരിഫൈ ചെയ്ത് കവറിംഗ് ലെറ്ററോട് കൂടിയിട്ടാണ് പരീക്ഷാ ഭവനിലേക്ക് അയക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ തെറ്റായി പൂരിപ്പിച്ച അപേക്ഷകളോ അതല്ലെങ്കിൽ കൃത്യമായ രേഖകളില്ലാത്ത അപേക്ഷകളൊക്കെ നിരസിക്കാനുള്ള അധികാരം പ്രധാന അധ്യാപകന് തന്നെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കും പ്രശ്നപരിഹാരത്തിനും ക്ലിയർ മൈ ഡോക്കിനെ നിങ്ങൾക്ക് സമീപിക്കാം.